24 വാർത്താ സംഘം ഇപ്പോൾ വിരുദുനഗറിൽ എത്തിയിട്ടുണ്ട്. വിരുദുനഗർ മെഡിക്കൽ കോളേജിൽ നിന്ന് വിവരങ്ങളുമായി രാഹുൽ വിജയൻ ഇപ്പോൾ തത്സമയം ചേരുന്നുണ്ട്. രാഹുൽ, ഈ പരിക്കേറ്റവർ അവിടെ ചികിത്സയിൽ തുടരുകയാണല്ലോ, അവരുടെ ആരോഗ്യനില എങ്ങനെയാണ്, എന്തൊക്കെയാണ് വിവരങ്ങൾ രാഹുൽ? ഉന്മേഷ്, സാരമായിട്ട് തന്നെ പരിക്കേറ്റിട്ടുണ്ട് ഈ രക്ഷാപ്രവർത്തകർക്ക് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായി എടുത്തു പറയേണ്ടത്. കാരണം അല്പസമയം മുമ്പ് 8 മണിയോടുകൂടിയാണ് വീണ്ടും അവിടെ സ്ഫോടനമുണ്ടായത്. വനജ ഫയർവർക്സിന് സമീപം അവിടെ ഈ അപകടത്തിൽപ്പെട്ട ആളുകളെ റിക്കവർ ചെയ്യുന്ന ആരെങ്കിലും അവിടെ കുടുങ്ങിക്കിടപ്പുണ്ടോ എന്നുള്ള പരിശോധന നടത്തുന്നതിനിടയിലാണ് വീണ്ടും അത്തരമൊരു സ്ഫോടനം ഉണ്ടായത് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. JCB ഓപ്പറേറ്റർ അതുപോലെ തന്നെ ഫയർഫോഴ്സിന്റെയും പോലീസിന്റെയും ഉദ്യോഗസ്ഥർക്കൊക്കെ നിസാര പരിക്കുകൾ ഉണ്ട് എന്നുള്ളതാണ് ഈ ഘട്ടത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. നമ്മളിപ്പോൾ നിൽക്കുന്നത് വിരുദനഗറിലെ മെഡിക്കൽ കോളേജിൽ. ഇവിടെ 19 പേരുടെ മൃതദേഹം മരണം സ്ഥിരീകരിച്ച് ഇവിടെ എത്തിച്ചിട്ടുണ്ട്. അത് മോർച്ചറിയിൽ സൂക്ഷിച്ചിരിക്കുകയാണ്. പോസ്റ്റ്മോർട്ടം ഉൾപ്പെടെയുള്ള നടപടികൾ പിന്നീടായിരിക്കും ഉണ്ടാവുക എന്നുള്ള കാര്യമാണ് പോലീസ് ഉൾപ്പെടെ അറിയിക്കുകയും ചെയ്തിരിക്കുന്നത്. എന്തായാലും ഇപ്പോഴും അവിടെ രക്ഷാപ്രവർത്തനം നടക്കുകയാണ്. എന്തായാലും അങ്ങോട്ടേക്ക് ആളുകൾക്ക് കർശനമായിട്ടുള്ള നിരോധനം ഏർപ്പെടുത്തിയിട്ടുണ്ട്, പ്രവേശനത്തിന് നിരോധനം ഏർപ്പെടുത്തിയിട്ടുണ്ട്. കാരണം അല്പസമയം മുമ്പും വീണ്ടും ഒരു സ്ഫോടനം ഉണ്ടായതുകൊണ്ട് തന്നെ വീണ്ടും പൊട്ടിത്തെറിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ് എന്നുള്ളതാണ് പറയുന്നത്. അണ്ണ എന്നാ സംഭവിച്ചെന്ന് தெரியுமா? இதுக்கு முன்ன என்ன பேசுனீங்க? இதுக்கு முன்ன என்ன எப்படி சொல்ல? நான் கேரளால, தமிழ்நாடு. இங்க தமிழ்ல பேசுங்க. அதுக்கு நீங்க என்ன பேசுனீங்க? அடையாளம் தெரியாம நாங்க துக்கத்துல இருக்கோம். நீங்க மாறி மாறி பிடிச்சிட்டு வந்தீங்கன்னா என்ன செய்ய? நாங்க எப்படி எப்படி பைராசா இன்னொருத்தையும் தேடி போனோம். நாங்கள் துக்கத்தில் இருக்கோம், அடையாளமே காணாமல் நீங்கள் என்ன சுற்றி சுற்றி லைட் அடிச்சுக்கிருக்கீங்க? எங்கள் வீட்டுடைய அக்கா அண்ணன் அடையாளம் தெரியாமல் நாங்கள் தேடிக்கிட்டு இருக்கோம். உள்ளே விட மாட்டேது டிபார்ட்மெண்ட் போலீஸ். என்ன சொல்லிச்சு இல்லை, அடையாளம் தெரிஞ்சா தானே போகணும். கரிப்பு இருக்கு, எப்படி தெரியும் அடையாளம்? அப்படி இருக்கும். நீங்கள் வேறு சுற்றி சுற்றி மனசு கஷ்டப்படுத்தாங்க. അതാണ് അവർ വലിയ വിഷമത്തിലാണ്. അവർ പറയുന്നത് മറ്റൊന്നുമല്ല, നമ്മളും അവരെ ബുദ്ധിമുട്ടിപ്പിക്കരുത് എന്നുള്ളതാണ് അവർ സങ്കടത്തോടുകൂടി പറയുന്നത്. കാരണം അത്തരത്തിലൊരു അവസ്ഥയാണ്, ആളെ തിരിച്ചറിയാൻ പോലും പറ്റാത്തൊരു അവസ്ഥയിൽ ആണ് ഇവിടെ ഉള്ളത്. അതുകൊണ്ട് തന്നെ അവരെ കൂടുതൽ ശല്യപ്പെടുത്തരുത്, ബുദ്ധിമുട്ടിക്കരുത്, അവരോട് കാര്യങ്ങൾ ചോദിക്കരുത് എന്നുള്ളതാണ് പറയുന്നത്. എന്തായാലും പോലീസിന്റെ വിശദമായിട്ടുള്ള പരിശോധന, വിവിധ വകുപ്പുകൾ ചേർന്നുള്ള പരിശോധന ഇവിടെ നടക്കുന്നു എന്നുള്ളതാണ് ഈ ഘട്ടത്തിൽ നമുക്ക് മനസ്സിലാക്കാനും കഴിയുന്നത്. എന്തായാലും വലിയ സങ്കടപ്പെടുന്ന ഒരു സംഭവം തന്നെയായി മാറിയിട്ടുണ്ട്. ഈ സ്ഥാപനവുമായി ബന്ധപ്പെട്ട് മറ്റേതെങ്കിലും തരത്തിലുള്ള ലൈസൻസ് ഇല്ലാത്തതോ അല്ലെങ്കിൽ നിയമവിരുദ്ധമായി പ്രവർത്തിച്ചതോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഇതുവരെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. നിയമപരമായി തന്നെ പ്രവർത്തിച്ചിരുന്ന ഒരു പടക്കക്കടയാണ് ഇത് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അവിടെ എത്ര പേരുണ്ടായിരുന്നു എന്നുള്ള കാര്യത്തിലൊരു വ്യക്തതക്കുറവുണ്ട്, ഒരു സംശയമുണ്ട്. അതിൽ ഒരു വ്യക്തത വരേണ്ടതുണ്ട്. അത് കൂടുതൽ പോലീസ് അന്വേഷണത്തിൽ മാത്രമേ മനസ്സിലാകുകയുള്ളൂ. നിലവിൽ എന്തായാലും അവിടെ ഉണ്ടായിരുന്ന ആളുകളെ, അവിടെ നിന്ന് കൊണ്ടുവന്നിരിക്കുന്ന ആളുകളുടെ എല്ലാം തന്നെ മരണം സ്ഥിരീകരിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ഏറ്റവും സങ്കടകരമായ കാര്യം. രാഹുൽ, ഇപ്പോൾ ഈ പരിക്കേറ്റ ആളുകളുടെ ആരോഗ്യത്തിന് അറിയേണ്ടതുണ്ട്. അവിടെ ഈ സ്ഫോടനത്തിൽ മരിച്ച ആളുകളുടെ ബന്ധുക്കൾ ഉൾപ്പെടെ ഉണ്ട്, അവരോട് സംസാരിക്കുന്നതിനുള്ള പരിമിതിയുണ്ട്, അത് മനസ്സിലാക്കുന്നു. ഈ പോലീസിൽ നിന്നോ മറ്റ് സർക്കാർ ഏജൻസികളിൽ നിന്നോ എന്തെങ്കിലും വിവരങ്ങൾ ശേഖരിക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ? നിലവിൽ മരണസംഖ്യ 22 തന്നെയാണോ രാഹുൽ? ഉന്മേഷ്, 23 മരണം എന്നാണ് പോലീസ് പറയുന്നത്. പക്ഷേ ഇവിടെ മോർച്ചറിയിൽ എത്തിച്ചിരിക്കുന്നത് 19 പേരുടെ മൃതദേഹമാണ്. ബാക്കി 4 പേരുടെ മൃതദേഹങ്ങൾ തിരിച്ചറിയാൻ പറ്റാത്ത വിധത്തിലുള്ള അവസ്ഥയിലായിട്ടുണ്ട്. അത് പൂർണ്ണമായിട്ടും റിക്കവർ ചെയ്ത് കൊണ്ടുവരുന്നതേ ഉള്ളൂ എന്നുള്ളതാണ് പോലീസിന്റെ ഭാഗത്തു നിന്ന് നമുക്കൊരു വിശദീകരണമായിട്ട് ലഭ്യമാകുന്ന, അല്ലെങ്കിൽ വിവരമായിട്ട് നമുക്ക് ലഭിക്കുന്നത്. എന്തായാലും അവിടെ പരിശോധന നടക്കുകയാണ്. ഈ വനജ ഫയർവർക്സിൽ ഇപ്പോഴും പരിശോധന നടക്കുകയാണ്. അതിനിടയിലാണ് നമ്മൾ ആദ്യമേ സൂചിപ്പിച്ച പോലെ അപകടമുണ്ടാകുന്നത്, വീണ്ടും ഒരു പൊട്ടിത്തെറി ഉണ്ടാകുന്നത്. അങ്ങനെ 10 പേർ കൂടി പരിക്കേൽക്കുന്നത്. അതുകൊണ്ട് തന്നെ രക്ഷാപ്രവർത്തനം വെല്ലുവിളിയായി തന്നെ തുടരുകയാണ്. അതായത് അവിടെ ആരെങ്കിലും കുടുങ്ങിക്കിടപ്പുണ്ടോ, അല്ലെങ്കിൽ ഏതെങ്കിലും ആളുകൾ പരിക്കുപറ്റി കിടപ്പുണ്ടോ, അവരെ ആശുപത്രിയിലേക്ക് കൊണ്ടുവരാൻ ഏതെങ്കിലും തരത്തിൽ കാലതാമസം നേരിടുന്നുണ്ടോ എന്നുള്ളൊരു പരിശോധനയാണ് അവിടെ നടത്തുന്നത്. പക്ഷേ ആ പരിശോധനയ്ക്ക് പോലും ഒരു വെല്ലുവിളി ഉണ്ടാകുന്നുണ്ട്. കാരണം വീണ്ടും വീണ്ടും ഈ സ്ഫോടനം ഉണ്ടാകാനുള്ള ഒരു സാധ്യത അത് തള്ളിക്കളയാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ പൂർണ്ണമായിട്ടുള്ളൊരു നിരോധനം, നിയന്ത്രണം ആ മേഖലയിലേക്ക് ആളുകൾ കടന്നു ചെല്ലുന്നതിന് ഏർപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. അല്പസമയം മുമ്പ് നമ്മൾ ഇവിടെയുള്ള ആളുകളോട് സംസാരിക്കുമ്പോൾ അവർ പറഞ്ഞത് JCB ഓപ്പറേറ്റർ ഉണ്ട്, അതുപോലെ തന്നെ പോലീസുണ്ട്, ഫയർഫോഴ്സ് ഉണ്ട്, അത്തരം ആളുകളൊക്കെയുണ്ട്. അവരൊക്കെ ജോലി ചെയ്യുന്നതിനിടയിലാണ് വലിയ ഉഗ്രശബ്ദത്തോടു കൂടി സ്ഫോടനമുണ്ടായത്. പിന്നീട് നമ്മൾ ഇവിടെ നിന്നിരുന്ന ആളുകളോടൊക്കെ ചോദിച്ചു എന്താണ് സംഭവിച്ചത് എന്നറിയാമോ എന്നവരോട് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു ഈ സംഭവം നടന്നത് നേരിട്ട് കണ്ട ആരും തന്നെ ഇല്ല, അതിനടുത്തുണ്ടായിരുന്ന ആളുകൾ മാത്രമാണ് ഉണ്ടായിരുന്നത്. അവരിൽ ആരും തന്നെ ജീവൻ
ഞങ്ങളോട് ഇല്ല എന്നുള്ളതാണ് പറയുകയും ചെയ്തിരിക്കുന്നത്. പിന്നീട് അവർക്ക് പറയാനുള്ളത് വലിയൊരു ഉഗ്ര ശബ്ദത്തോടു കൂടി ശബ്ദമുണ്ടായി, അതാണ് അവർക്ക് കൂടുതലും പറയാനായിട്ടുള്ളത് എന്നുള്ളതാണ് പറയുന്നത്. വലിയ ശബ്ദത്താലെ വെടിച്ചിരിക്കുകയല്ലേ? பெரிய சத்தத்தினால தான் வெடிச்சது. வீடு பக்கம் தான், நம்ம வீட்டு பக்கத்தில் ஒரு கிலோமீட்டர் 2 கிலோமீட்டர் வரும். எது ஆளுங்க? ஆமாம் 5 வருஷம் 7 இயர்ஸ் இருக்கு. அதான் 7 இயர்ஸாக இருக்குது ஃபயர் ஹவுஸ். இன்னைக்கு மதியம் 3 மணிக்கு அடிச்சது. ஆள் 25 ஆள் நெருக்கி கொண்டு வந்திருக்காங்க. 23 இருக்குது உள்ள, மீதி ஆள் உள்ள இருக்காங்க. 8 பேர் அப்போதே வந்தவங்க. 2வது அடித்ததில் ஒரு 10-20 பேர் நெருக்கி காயம். போலீஸ்காரங்க, ரெஸ்கியூ டீமு, சேஃப்டி ஆப்ரேட்டரு, ரேடியோ மைக் செட்டு கட்ட போனவங்க, அந்த லைட்டு கட்ட போனவங்க நிறைய பேருக்கு காயம். இப்போ 2வது. ஆமாம், அது எல்லாமே தெரிஞ்சவங்க தான், சொந்தக்காரங்க தான். രാഹുൽ വിജയനാണ് ഇപ്പോൾ പുരിയൽ വിരുദനഗർ ആശുപത്രിക്ക് മുൻപിൽ നിന്ന്, മെഡിക്കൽ കോളേജിന് മുൻപിൽ നിന്ന് വിവരങ്ങൾ നൽകുന്നത്. ആ ദുരന്തവുമായി ബന്ധപ്പെട്ട് അവിടെ ഇപ്പോൾ ഈ മരിച്ചവരുടെ ഉൾപ്പെടെ ബന്ധുക്കളുണ്ട്, പരിക്കേറ്റവരുടെ ബന്ധുക്കളുണ്ട്. അവർ സംസാരിക്കുകയായിരുന്നു. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.